വിൽപത്രം ഞാൻ വായിക്കാം. വായിച്ചോളൂ. നിങ്ങളുടെ അമ്മയായ ശ്രീമതി വി സ്വരാജ്യം ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ മരണപ്പെട്ടതുകൊണ്ട് ഹിന്ദു ആചാരമനുസരിച്ച് അവരുടെ താലി മകൾക്കോ മരുമകൾക്കോ അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അവരുടെ ഒരേ ഒരു മകളായതുകൊണ്ട് ആ താലി നിങ്ങൾക്കുള്ളതാണ്. ഇത്രേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഊട്ടിയിലെ ടീ എസ്റ്റേറ്റ് അത് നിങ്ങളുടെ പേരിലല്ല. അപ്പൊ ബോംബെയിലെ മൾട്ടിപ്ലെക്സ്, ബാംഗ്ലൂരിലെ 2 acre പ്ലോട്ട്, മാൻഹാട്ടനിലെ അപ്പാർട്ട്മെന്റ്, നത്തിങ്, നോട്ട് യു. ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഷെയർസ്, 170 crore ബാങ്ക് ബാലൻസ്, അതൊക്കെ എവിടെ? ഒന്നും നിന്റെ പേരിൽ എഴുതിയിട്ടില്ല. അപ്പൊ ആരുടെ പേരിൽ എഴുതിയിരിക്കുന്നേ? അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. പിടിച്ചേ. അച്ഛന് ഞാനല്ലാതെ വേറെ ആരുമില്ല. എന്റെ സ്വത്തിനെ കുറിച്ച് എന്നോട് പറയില്ലെന്ന് വെച്ചാ are you out of your mind? 5,000 crores ഞാനത് വിട്ടുതരില്ല. ഈ സ്വത്തുക്കൾ നിന്റെ മുത്തച്ഛനുണ്ടാക്കിയൊന്നുമല്ല, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. അത് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് എഴുതി കൊടുക്കാം. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. നിന്റെ ഒച്ചയും ബഹളവും ഒക്കെ വേറെ ആരോടെങ്കിലും കാണിക്കും. ഒച്ചയൊന്നും എടുക്കല്ല, ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും. കേസ് ഫയൽ ചെയ്യും. ഈ സ്കാമിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെയൊക്കെ ഞാൻ കോർട്ടിൽ വെച്ച് കണ്ടോളാം. ഞാനൊരു ലോയറാ. കോടതി എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ? അങ്കിൾ അങ്കിൾ അങ്കിൾ, വേറെ ഒന്നുമല്ല. അങ്കിൾ ദേഷ്യപ്പെടല്ലേ. അച്ഛന്റെ സ്വത്തൊക്കെ എനിക്കല്ലേ വരേണ്ടത്. സീതേ, നീ LKG പഠിക്കുന്ന പ്രായം തൊട്ട് എനിക്ക് തന്നെ അറിയാം. നീ കഴുത്തിനും പിടിക്കും, ആവശ്യം വരുമ്പോ കാല് പിടിക്കാനും പഠിക്കില്ല. നിന്റെ ഈ നമ്പറൊന്നും എന്റെ അടുത്ത് വില പോവില്ല, പറഞ്ഞേക്കാം. Don't mess with me. I'll show you the end. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ഒരു മിനിറ്റ്, എന്റെ സ്വത്തെല്ലാം കൈവശം ചെയ്ത് വെച്ചിരിക്കുക. ഒരുത്തനെ വിടില്ല, ഓർമ്മിച്ച് വെച്ചോ. എന്റെ പേര് സീതാന്നാ. പ്ലീസ് അവരോട് വഴക്കിടേണ്ട ആവശ്യമില്ല. അയാളുടെ ജൂനിയറിന് 500 രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ കാര്യം? നിങ്ങളുടെ അച്ഛൻ ഭൂട്ടാനിൽ ആരോ ഒരാൾക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഭൂട്ടാനിലോ? ഭൂട്ടാനിലെ MLA ആരാണെന്ന് നോക്ക്. ഇത്രേ ഉള്ളൂ നിന്റെ വിവരം. അവിടെ MLA പോലും ഇല്ലേ? ഉണ്ടല്ലോ, പക്ഷേ അത് നമ്മുടെ ഏരിയ അല്ല. ഇവിടെ ചെയ്യുന്നത് പോലെയൊക്കെ അവിടെ ചെയ്യാം. എന്ത് ഏരിയ ആയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ പവർ ഡൽഹി വരെയുണ്ട്. ഒറ്റ ഫോൺ കോൾ മതി, അറിയില്ലേ? എടാ എന്റെ പൊന്നുകുട്ടാ, അത് നമ്മുടെ ഇന്ത്യയിലെ അല്ലടാ, വേറെ രാജ്യവാ. ഹിമാലയത്തിൽ എവിടെയോ ഒരു മൂലയ്ക്കാ ഉള്ളത്, നിന്റെ തലയ്ക്കകത്തുള്ളത് പോലെ. സീതയ്ക്ക് അവിടെ എന്താ പണി? ഇവിടെയുള്ള കാറ്റ്, മരങ്ങള്, ഭിത്തി എല്ലാത്തിനോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക സീത വരുമെന്നും പറഞ്ഞു. നീ ഇപ്പൊ ഇവിടെ വന്ന കാര്യം പോലും കാറ്റിപ്പോ പോയി പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ വേറെ എന്താ പറഞ്ഞത്? സീത വരും, നിന്നെ നോക്കിക്കോളും, നീയും സീതേനെ നോക്കിക്കോളൂന്ന് പറഞ്ഞു. സീത, ഇത് നീ കുഞ്ഞുനാളിൽ ഉപയോഗിച്ചതാണ്. ഇത് നീ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇട്ട ഗൗണാണ്. ഓഹോ, ഇതൊന്നും നിനക്ക് അറിയില്ലല്ലേ? ഇതൊക്കെ അമ്മാവൻ അയച്ചു തന്നതാണ്. ദേ നോക്ക്, 8th ബാസ്കറ്റ്ബോളിൽ നീ ജയിച്ച കപ്പാണിത്. പിന്നെ ഇത് നീ ചെയ്ത ആദ്യത്തെ കളറിംഗ് മാംഗോ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഓ, നിങ്ങളുടെ ബട്ടൺ ഓപ്പൺ ആയിരിക്കുന്നു. താങ്ക് യു. സീത, ഇത് നീ LKGയിൽ ഉപയോഗിച്ച കുടയാണ്. ഇത് ഫാൻസി ഡ്രസ്സിന് ഇട്ട ബട്ടർഫ്ലൈ വിങ്സും. ഇത് നീ ഉപയോഗിച്ച ടൂത്ത് ബ്രഷ്. ഇത് നീ നോക്കിയ കണ്ണാടി. ഇത് നീ കളിച്ച ബൊമ്മ. ഇത് നീ 7 വയസ്സിലെടുത്ത ഫോട്ടോ. സീത, मैडम ये मंगलसूत्र आपका है? എന്റെ അമ്മയുടെയാ. ഓ, എനിക്ക് എന്റെ അച്ഛനും എന്താ പ്രശ്നം എന്നറിയോ? 50 കോടിയോ? എന്തിന്? എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. നമ്മുടെ ബിസിനസ് ഉണ്ടല്ലോ, നോക്കിയോ. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം. ഇങ്ങനെ പെട്ടെന്ന് 50 കോടി എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. ഒരു 7 കോടിയാണെങ്കിലോ? 5,000 crores സ്വത്തുണ്ട്. 50 കോടി തരാൻ പറ്റില്ല. നിനക്ക് അത്രയും പണം വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ രാമനെ കല്യാണം കഴിക്കണം. രാമാരാ? ഓ, അവനോ? അമ്മ ചെറുപ്പം മുതൽ പറയുമായിരുന്നു, എന്നെങ്കിലും ഒരു ദിവസം അവനെ കൊണ്ട് എന്നെ കെട്ടിച്ചു വിടുമെന്ന്. അവള് നിന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചിരിക്കുക. Whatever. ഞാൻ ആരെ കല്യാണം കഴിക്കണേ, എപ്പോ കല്യാണം കഴിക്കണമെന്ന് I can decide for myself. എനിക്ക് 50 crores വേണം. തരാൻ പറ്റുമോ ഇല്ലേ? രാമനെ കല്യാണം കഴിക്കാതെ അത് തരില്ല. ഓ,
അച്ഛൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ വിചാരം? എത്ര സമ്പാദിക്കും? 100 crores. ഓ, എത്ര സമയം കൊണ്ട്? Just 1 year. 7 crores. വീടിന്റെ ഡോക്യുമെന്റ്സും കേസ് എന്ത് വേണമെങ്കിലും ചെയ്തു. ഗുഡ് ലക്ക്. Luck is for fools. സീത എന്ന് പറഞ്ഞാലേ ലക്ക് തന്നെയാ. I'll prove it to you. സീതേ, നിനക്കിപ്പോ പണത്തിനോട് ആർത്തിയാ. പണത്തെക്കാളും മനുഷ്യനാ വലുത്. രാം വളരെ നല്ലവനാ. നീ അവനെ കല്യാണം കഴിച്ചാ നിന്റെ ജീവിതം സന്തോഷമായിരിക്കും. ഒരു തവണ നീ അവനെ കണ്ട് Bullshit. അവനെ കാണാൻ എനിക്ക് തലയെഴുത്തൊന്നുമില്ല. I will never ever see that face. എന്റെ അച്ഛന്റെ പ്ലാന് കണ്ടില്ലേ? ഈ താലി എന്റെ പേര് എഴുതി വെച്ച് സ്വത്ത് മൊത്തം അവനും കൊടുത്തു. അപ്പൊ പിന്നെ അതിനർത്ഥം എന്താ? കാണിച്ചു തരാം. അച്ഛൻ സ്വത്ത് മുഴുവൻ നിന്റെ പേരിൽ എഴുതി വെച്ച് എന്നെ കോർണർ ചെയ്താ പ്ലീസ് എന്നെ കല്യാണം കഴിച്ചോ എന്ന് നിന്റെ കാലേ വീഴുന്നു കരുതിയോ? ഞാൻ സീതയാ. കൊന്നുകളയും നിന്നെ. എന്ത് സീത എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു? സീത ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഞാൻ ഇനി ഒച്ച വെക്കും. എന്റെ സ്വത്ത് കൈവശപ്പെടുത്തിയവനാ ഇവൻ. 1 2 അല്ല, 5000 കോടി. രാമൻ അതിന്റെ കണക്കൊന്നും അറിയില്ല. ഓഹോ, അറിയില്ലെങ്കിൽ എന്റെ സ്വത്ത് തിരിച്ചു തരാൻ പറ. മോൾ ഇതുപോലെ ഒച്ച ഉണ്ടാക്കി ആ കൊച്ചു കുഞ്ഞിനെ ഭയപ്പെടുത്തരുത്. മെട്രോ പില്ലറിന്റെ സൈസിൽ ആളുള്ളത്, എന്നിട്ട് കൊച്ചു കുട്ടിയോ? നിങ്ങളെന്താ കളിക്കുകയാണോ? 20 വർഷമായിട്ട് ഇവൻ ഇവിടെയാണ് വളർന്നത്. പുറം ലോകത്തുള്ള ആളുകളെ എങ്ങനെയാണെന്നത് പോലും അവന് ശരിക്കും അറിയില്ല. എന്റെ സ്വത്ത് കൈവശപ്പെടുത്താൻ അറിയാം. മോളിങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്. ഒച്ച ഉണ്ടാക്കിയാൽ തിരിച്ചൊച്ച ഉണ്ടാക്കാനും അടിച്ചാൽ തിരിച്ചടിക്കുവാനും അറിയാൻ പാടില്ലാത്തൊരു പാവമാണ് അവൻ. ഒരുപാട് ബുദ്ധിയില്ലാത്തവനും ശുദ്ധ മനസ്സുള്ള ആളുമാണ് അവൻ. സമാധാനത്തിൽ സംസാരിക്കുമോളെ. സംസാരം മര്യാദ കാത്ത് ഗ്രാബ്. എന്റെ സ്വത്ത് എങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ തന്നെ തരുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ ആളുകളെ കൂട്ടി നിന്നെ തീർത്ത് കളയും ഞാൻ. പാടി. എടാ, എന്റെ പേര് സീത. ഞാൻ വരയ്ക്കുന്നവരെ ആരും താണ്ടരുത്. ഈ പാവത്താന പോലുള്ള അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. Got it? അവളോട് പോകണ്ടെന്ന് പറയൂ. ഹലോ. ഈ രാമനെ ഉപേക്ഷിച്ചുകൊണ്ട് ഏത് രാവണ അന്വേഷിച്ചാ നീ ഹിമാലയത്തിലേക്ക് പോകുന്ന സീതേ? താൻ ഫോളോ ചെയ്യാണോ? നിനക്ക് ഫാൻസ് അധികമായിക്കൊണ്ടിരിക്കല്ലേ? ഇവിടെ പോലീസുകാർ വരെ എനിക്കെതിരായി നിന്റെ ഫാൻസ് ആയിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തിന് പോലീസ്? ഡീറ്റെയിൽസ് ഒക്കെ നിന്റെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അവൻ പറയും. ഫോൺ വെക്കട്ടെ, ബിസി. പോലീസ് എന്തിനാ? നീ കാരണമാ. ആരെയോ റേപ്പ് ചെയ്തിട്ട് നീ മുങ്ങിയില്ലേ? കേസ് കൊടുത്തിരിക്കുക. അതെയോ? രാഹുൽ അങ്ങനെ ചെയ്യില്ല മാം. ആഹാ. Are you kidding me? പറ, എന്താണ്? ഹലോ, ചന്തുലാൽ ബാങ്കിൽ ചെക്ക് ഇട്ടിട്ടുണ്ട്. അത് ബൗൺസ് ആയി പോയി. പോലീസ് ഇപ്പോൾ മാമിനെ അറസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഇങ്ങോട്ട് വരുമ്പോൾ കാശ് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാം പോകാണ്. സീത, എന്റെ അച്ഛൻ മരിച്ചു എന്നുള്ളത് അറിഞ്ഞോ? അമ്മാവൻ ഇന്നലെ രാവിലെ 5:30 വൈസാഗ് ബീച്ചിൽ മോർണിംഗ് വാക്കിന് പോയപ്പോൾ ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അവിടുത്തെ മുക്കുവന്മാരാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ചേർത്തത്. ICUവിലായിരുന്ന അമ്മാവൻ 7:30 ആയപ്പോൾ മരിച്ചു. നിനക്കറിയോ എന്നിട്ട് ഇത്ര കൂളായിരിക്കുന്നു? ജീവിതം ഒരു ഭംഗിയുള്ള നുണയും മരണം ഏറ്റവും വലിയ യാഥാർത്ഥ്യവുമാണ്. ലൈഫ് ഇസ് അൺസർട്ടൺ. ദാറ്റ് ഇസ് സർട്ടൺ. യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. നീ ഗ്രേറ്റ് ആണ് രാം. എല്ലാരും ഗ്രേറ്റ് ആണ്, പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. അല്ല, നമുക്ക് ഡ്രൈവ് ചെയ്തോണ്ട് സംസാരിച്ചാലോ? പുറത്തോട്ട് ഇറങ്ങാൻ ബാബയുടെ പെർമിഷൻ വേണം. 1 hourൽ തിരിച്ചു വരാം. റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ തന്റെ മാമൻ പറയുന്ന പോലെ ഈ സീതയും പറയുന്നത് കേക്കണ്ടേ? കേക്കണം. ഗുഡ്, വാ. ശരി, നീ ഇവിടെ തന്നെ നിൽക്കേ. ഞാൻ ബാബയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വരാം. ഡാ, അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞത്? സീത നിന്നെ നോക്കിക്കോളും, നീ സീതനെ നോക്കിക്കോളൂന്നാ പറഞ്ഞത്. അപ്പൊ നീ ഇവിടെ തന്നെ താമസിച്ച ഞാൻ എങ്ങനെ നോക്കാനാ? എന്റെ കൂടെ വരണ്ടേ? വരണം. അല്ലേ? പുറത്തു പോകാൻ വേറെ വഴിയുണ്ടോ?